നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കറുത്തിരുളുന്ന സാഹചര്യത്തിൽ ലോകശക്തിയായ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഫെബ്രുവരി 28 മുതൽ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക ഇറാനുമേൽ ആരംഭിച്ച ശക്തമായ വ്യോമാക്രമണ പരമ്പരയുടെ തുടർച്ചയായി ഇപ്പോൾ സമുദ്ര മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോരും പ്രത്യാക്രമണങ്ങളും രൂക്ഷമായിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് അമേരിക്കയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന് നേരെ ഇറാൻ നടത്തിയെന്ന് അവകാശപ്പെടുന്ന മിസൈൽ ആക്രമണം. പശ്ചിമേഷ്യയിലെ US സൈനിക നീക്കങ്ങളുടെ നട്ടെല്ലായ ഇത്തരം കപ്പലുകൾ ലക്ഷ്യം വയ്ക്കപ്പെടുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേന പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം തങ്ങളുടെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് USS എബ്രഹാം ലിങ്കണെ വിജയകരമായി തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഒമാൻ കടലിൽ ഇറാന്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് ഏകദേശം 340 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ കൃത്യമായ ആക്രമണം നടന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലും കൂടെയുള്ള മറ്റ് പടക്കപ്പലുകളും അതീവ വേഗതയിൽ ആ പ്രദേശം വിട്ട് പലായനം ചെയ്തതായും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. കപ്പലിന്റെ പ്രവർത്തനം നിലച്ചുവെന്നും അത് യുദ്ധരംഗത്ത് നിന്ന് പിന്മാറാൻ നിർബന്ധമായി എന്നും ഇറാൻ വാദിക്കുമ്പോൾ തങ്ങളുടെ സൈനിക ശേഷി തെളിയിക്കാനുള്ള ഒരു അവസരമായാണ് ഇറാൻ ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് വാഷിംഗ്ടൺ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ കപ്പലിനരികിൽ പോലും എത്തിയിട്ടില്ല എന്നും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ദൗത്യത്തിന്റെ ഭാഗമായി എബ്രഹാം ലിങ്കൺ സമുദ്രത്തിൽ ഇപ്പോഴും സജീവമാണെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇതിന് തെളിവായി കപ്പലിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടു. അതേസമയം ഇറാന്റെ ഒരു ചെറിയ കപ്പൽ എബ്രഹാം ലിങ്കണിന് വളരെ അടുത്തേക്ക് വന്നതായും അതിനെ പ്രതിരോധിക്കുവാൻ അമേരിക്കൻ പടക്കപ്പലുകൾ വെടിയുതിർത്തതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ വെടിവെപ്പ് ഇറാനിയൻ കപ്പലിന് മേൽ പതിച്ചോ അതോ മുന്നറിയിപ്പ് മാത്രമായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനികമായ മാർക്ക് 45 പീരങ്കികൾ ഈ ഏറ്റുമുട്ടലിൽ ഉപയോഗിച്ചതായാണ് സൂചനകൾ. നിലവിൽ USS എബ്രഹാം ലിങ്കണിന് പുറമെ USS ജെറാൾഡ് R. ഫോർഡ് എന്ന മറ്റൊരു വിമാനവാഹിനി കപ്പലും മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇവയെ കൂടാതെ നിരവധി ഡിസ്ട്രോയർ കപ്പലുകളും മിസൈൽ വേദ കപ്പലുകളും അറബിക്കടലിലും ഒമാൻ കടലിലുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇത്തരമൊരു വൻ സൈനിക സന്നാഹത്തിന് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാം എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനാണോ അതോ യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രതിരോധത്തിൽ വിള്ളൽ വീണോ എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ഏതായാലും സമുദ്ര അതിർത്തികളിൽ നടക്കുന്ന ഈ പടയൊരുക്കം പശ്ചിമേഷ്യയുടെ സമാധാന അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.